ഓപ്പറേഷൻ അങ്കോറിന്റെ ഭാഗമായി കസ്റ്റംസ് പരിശോധനകൾ കടുപ്പിച്ചതോടെ വാഹനങ്ങൾ കേരളത്തിന് പുറത്തേക്ക് കടത്താൻ ഉടമകളുടെ ശ്രമം. സംസ്ഥാനത്തെ എല്ലാ ചെക്ക് പോസ്റ്റുകൾക്കും കസ്റ്റംസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഓപ്പറേഷന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി പിടിച്ചെടുത്ത ഫസ്റ്റ് ഓണർ വാഹനം മൂവാറ്റുപുഴ സ്വദേശി മാഹിൻ അൻസാരിയുടേതാണെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ നംകോറിന്റെ ഭാഗമായുള്ള പരിശോധനകൾ കസ്റ്റംസ് ഊർജിതമാക്കിയതോടെ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കടത്തിയ വാഹനങ്ങളിൽ മാറ്റം വരുത്താനും വാഹനങ്ങൾ കേരളത്തിന് പുറത്തേക്ക് കടത്താനും ഉടമകൾ ശ്രമിക്കുന്നതായി കസ്റ്റംസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ എല്ലാ ചെക്ക് പോസ്റ്റുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. വാഹനങ്ങളുടെ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ഈ വാഹനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തടഞ്ഞിട്ട ശേഷം കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ അറിയിക്കാനാണ് നിർദ്ദേശം. ഇന്നലെ കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് പിടിച്ചെടുത്ത ഫസ്റ്റ് ഓണർ വാഹനത്തിന്റെ ഉടമ മൂവാറ്റുപുഴ സ്വദേശിയായ മാഹിൻ അൻസാരിയാണെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ ഉടൻ ചോദ്യം ചെയ്യും. 2 ആഴ്ചയ്ക്ക് മുൻപാണ് 92 മോഡൽ ലാൻഡ് ക്രൂയിസർ വർക്ക്ഷോപ്പിലേക്ക് എത്തിച്ചത്. വാഹനത്തിന്റെ നിറം മാറ്റണമെന്നായിരുന്നു ആവശ്യം. അവർക്കത് ബോഡി ഫുൾ കളർ ചേഞ്ച് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ബ്ലാക്ക് കളറിലോട്ട് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത്. ഞങ്ങളങ്ങനെ RC അങ്ങനെ ആവശ്യം വരാറില്ല. കളർ ചേഞ്ച് ചെയ്യുമെന്ന് പറയുമ്പോൾ ഏത് കളറിലോട്ട് മാറ്റുന്നവർ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ അവരൊരു സജഷൻ പറയും. അവർ പറയുമ്പോൾ ഓൺലൈനിൽ ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനിടെ അമിത് ചക്കാലക്കലിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് തീരുമാനിച്ചിട്ടുണ്ട്. അമിത് ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ചതിന് പിന്നാലെയാണ് തീരുമാനം. ഭൂട്ടാനിൽ നിന്നുള്ള വാഹന കള്ളക്കടത്തിന് പിന്നിലെ കോയമ്പത്തൂർ സംഘവുമായി അമിത്തിന് അടുത്ത ബന്ധമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. താരങ്ങൾക്കിടയിലടക്കം സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽക്കുന്നതിൽ മുഖ്യ ഇടനിലക്കാരനാണ് അമിത് എന്ന സംശയവും കസ്റ്റംസിനുണ്ട്. എന്നാൽ പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇടനിലക്കാർ എന്ന് സംശയിക്കുന്നവർ വാഹനത്തിന്റെ പാർട്സ് കൊടുക്കുന്നുണ്ടെന്നാണ് അമിത് ചക്കാലക്കലിന്റെ പ്രതികരണം. ഇന്ത്യയിൽ എല്ലാ പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും പാർട്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, യൂസ്ഡ് പാർട്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഇപ്പോൾ ഡോർ പാഡുകൾ, പിന്നെ ഗ്ലാസ് വൈൻഡറുകൾ, ഗിയർ ബോക്സിന്റെ പാർട്സ്, എഞ്ചിന്റെ പാർട്സ്, അങ്ങനെയൊക്കെ അവരുടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിനിടെ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിലും ദുൽഖർ സൽമാന് എന്ന് സമൻസ് അയക്കണമെന്നതിൽ കസ്റ്റംസ് തീരുമാനമെടുത്തിട്ടില്ല. റിപ്പോർട്ടർ, കൊച്ചി.